ചരിത്ര പ്രസിദ്ധമായ രണ്ട് വിജയങ്ങൾ റമദാനിൽ നടന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വഴിത്തിരിവായി തീർന്ന, ലോകത്ത് ഇസ്ലാം തലയുയർത്തി നിന്ന, ഇസ്ലാമിന്റെ പ്രതാപം അതിന്റെ വെള്ളിക്കൊടി പാറിയ രണ്ട് ചരിത്ര സംഭവങ്ങളുണ്ട്. അത് ഒന്ന് ബദർ യുദ്ധമാണ്. ബദർ എന്ന യുദ്ധത്തെ കുറിച്ച് കേൾക്കാത്ത മുസ്ലിം ഉണ്ടാകില്ല. മറ്റൊന്ന് മക്ക വിജയമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കുന്നതും അതൊരു ഇസ്ലാമിക നാടായി മാറുന്നതുമൊക്കെ ചരിത്രപ്രധാനമാണ്. ഈ വിശുദ്ധ റമദാൻ അതിന് സാക്ഷിയായിട്ടുണ്ട്. റമദാൻ എന്നുള്ളത് യൗമുൽ ഫുർഖാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നു. കാരണം ഫുർഖാനെ ഇറക്കിയ ദിവസമാണ്. റമദാനിൽ വിശുദ്ധ ഖുർആനാകുന്ന വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ച് പഠിപ്പിക്കുന്ന പ്രമാണത്തെ അവതരിപ്പിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് റമദാൻ ഒരു ഫുർഖാൻ അവതരിച്ച മാസമാണ്. മറ്റൊരു ഫുർഖാനിനെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാം, യൗമുൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ, സത്യത്തിന്റെ പാർട്ടിയെയും അസത്യത്തിന്റെ കക്ഷികളെയും കൃത്യമായി വെളിപ്പെടുത്തിയ, രണ്ടു കൂട്ടരെയും മാലോകർക്ക് കാണിച്ചു കൊടുത്ത ദിവസം. അതുണ്ടായത് ഒരു റമദാനിലാണ്, 17-നാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം ഹിജ്റ 2-ാം വർഷം നടന്ന സംഭവബഹുലമായ ഒരു യുദ്ധം. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യത്തിന്റെ കക്ഷികളെയും അസത്യത്തിന്റെ കക്ഷികളെയും ബോധ്യപ്പെടുത്തിയ ദിവസം. പരിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്ന അതേ വർഷം തന്നെയാണ് ബദർ യുദ്ധവും അരങ്ങേറുന്നത്. വിശ്വാസികളായി നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന, ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ബദർ എന്നുള്ളത്. മുൻകൂട്ടി നിശ്ചയിക്കാതെയുള്ള ഒരു യുദ്ധമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ബദർ യുദ്ധം ഇസ്ലാമിന്റെ വളർച്ചയ്ക്കുള്ള ഒരു വഴിത്തിരിവായി തീർന്നത് അങ്ങനെയാണ്. പ്രവാചകൻ തിരുമേനിയും സഹാബത്തും മക്കയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അവിടുത്തെ ശത്രുക്കളുടെ ഉപദ്രവം അതികഠിനമായിരുന്നു. ഒരുപാട് സ്വത്തുവകകൾ മക്കയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്, കണക്കില്ലാത്ത പീഡനങ്ങൾ. അതിനൊടുവിൽ മദീന കാലഘട്ടത്തിൽ 2 വർഷം പിന്നിടാറാകുമ്പോൾ ഷാമിൽ നിന്നും ഖുറൈശികളുടെ നേതാവായ അബൂ സുഫിയാൻ വലിയൊരു കച്ചവട ചരക്കുമായി മക്കയിലേക്ക് തിരിച്ചു മടങ്ങുന്നുണ്ട് എന്ന് വാർത്ത ലഭിച്ചു. ഇവരെ പ്രവാചകരെയും വിശ്വാസികളെയും പീഡിപ്പിച്ചതിനും വേദനിപ്പിച്ചതിനും ഒരു ശിക്ഷ എന്നോണം, ഒരു പ്രതികാര നടപടി എന്നോണം ആ കച്ചവട സംഘത്തെ പിടിച്ചു വയ്ക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തീരുമാനിക്കുക. 40 പേരടങ്ങുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാം. 313 അല്ലെങ്കിൽ 319, 17 എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ബദരീങ്ങളുമായി കൊണ്ട് ബദർ പങ്കെടുത്ത 70ഓളം സഹാബാക്കൾ മുഹാജിറുകളാണ്. ബാക്കി വരുന്ന മദീനയിലെ അൻസാറുകളായ സഹാബാക്കളുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ സംഘത്തെ തേടിയിറങ്ങി. പക്ഷേ ഇതറിഞ്ഞ ഈ വിവരം അറിഞ്ഞ അബൂ സുഫിയാൻ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു മക്കയിലേക്ക് ഉള്ള വഴി അദ്ദേഹം കണ്ടെത്തി. ഇതിനിടയിൽ അബൂ സുഫിയാൻ മക്കക്കാർക്ക് വിവരം കൊടുത്തിരുന്നു, മുഹമ്മദും സംഘവും നമ്മുടെ കച്ചവട വസ്തുക്കൾ പിടിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതറിഞ്ഞ അഹങ്കാരത്തിന്റെ ഫലങ്ങളായ ഖുറൈശികൾ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, എല്ലാവരെയും വകവരുത്തുവാനുള്ള ഒരു സജ്ജീകരണം തന്നെ നടത്തി. 1000-ലധികം വരുന്ന ആളുകളും പടയാളികളും കുതിരസന്നാഹങ്ങളും ഒട്ടകങ്ങളും ഒപ്പം അവർക്ക് ആസ്വദിക്കുവാൻ മദ്യവും നർത്തകിമാരും ഒക്കെ ആയിക്കൊണ്ട് അഹങ്കാരത്തിന്റെ പട പുറപ്പെട്ടു എന്നാണ് സൂറത്തുൽ അൻഫാൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാം, ചരിത്രങ്ങളിൽ കാണാം. ആ അഹങ്കാരത്തിന്റെ പട അവർ
ബദറിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു. കലിപൂണ്ട അവർ വകവരുത്തണം, എല്ലാവരെയും ഉന്മൂലനം ചെയ്യണം എന്നൊരൊറ്റ ചിന്ത മാത്രം. പക്ഷെ നബിയോ സഹാബത്തോ ഒരു യുദ്ധത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് വഴിമാറുകയാണ് ഉണ്ടായത്. ഈ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പരസ്പരം കൂടി ആലോചിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി മുശാവറ നടത്തുന്നു. ബദറിൽ നമുക്ക് ചിന്തിക്കാനുള്ള വലിയൊരു ഗുണമാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിച്ചു, വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ താങ്കൾ അവരോട് സഹാബത്തുമായി കൂടിയാലോചന നടത്തുക, ഷൂറ നടത്തുക. അള്ളാഹുവിന്റെ കൽപ്പന എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി മുശാവറ നടത്തി. നമുക്ക് പ്രവാചകന്റെ തീരുമാനം ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ തീരുമാനമായിരിക്കും. ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന, വിജ്ഞാനമുള്ള, കാര്യബോധമുള്ള, പക്വതയുള്ള, വിവേകമുള്ള, നുബുവത്തിന് മുമ്പ് പോലും ആ പക്വതയും വിവേകവും നിലനിർത്തിയിരുന്ന പ്രവാചകൻ സ്വന്തം തീരുമാനമെടുക്കാതെ ഷൂറ കൂടാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തീരുമാനിക്കാൻ അങ്ങനെ സ്വഹാബത്തുമായി കൂടി ആലോചിച്ചു. സ്വഹാബത്തിൽ നിന്നും വളരെ പ്രവാചകനെ സന്തോഷിപ്പിക്കുന്ന വലിയ മനോഹരമായ വാക്കുകളാണ് തിരുമേനിക്ക് കേൾക്കാൻ പറ്റിയത്. അത് കൂടുതൽ കരുത്തു പകർന്നു. ശത്രുക്കളുമായി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെ അവർ നടത്തി. അതിൽ പ്രസിദ്ധമായ ചില സംഭവങ്ങളാണ് ഏതൊരു വിശ്വാസിയെയും ഓർമ്മിപ്പിക്കേണ്ട, നമുക്ക് ഈമാനികമായ കരുത്ത് നൽകേണ്ട ചില സംഭവങ്ങൾ. മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് അൽ-കിന്ദി എന്ന സ്വഹാബി അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അഭിപ്രായം ആരാഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രാഈൽ ലിമൂസ. ബനൂ ഇസ്രായേൽ മൂസ നബിയോട് പറഞ്ഞതുപോലെയുള്ള നന്ദികേടിന്റെ വാക്കുകൾ ഞങ്ങൾ താങ്കളോട് പറയില്ല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹുനാ ഖാഇദൂൻ. ജൂതന്മാര് പറഞ്ഞതാണ് മൂസാ നബിയോട്. മിസ്രിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ താണ്ടിക്കൊണ്ട് മറികടന്നുകൊണ്ട് ഫിറഔനെയും സംഘത്തെയും അല്ലാഹു തആല സമുദ്രത്തിൽ മുക്കി നശിപ്പിക്കുകയും ഇസ്രായേൽ സന്തതികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ഫലസ്തീനിലെ മണ്ണ്, അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസി സമൂഹമായ കനാനികളെ തുരത്തിയതിനു ശേഷം അവിടെ അവർക്ക് സ്ഥാനം പിടിക്കാൻ, അവർ താമസം ഉറപ്പിക്കാൻ അള്ളാഹു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷെ അവരുമായി യുദ്ധം ചെയ്യേണ്ടി വരും. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൽപ്പന അവർ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞത്, മൂസ, നീയും നിന്റെ റബ്ബുമായി പോയി യുദ്ധം ചെയ്യുമെന്നാണ്. അത് സൂറത്തുൽ മാഇദയിലുണ്ട്. ആ വചനം സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ട്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ജൂതന്മാരുടെ വാക്ക് ഞങ്ങൾ ഒരിക്കലും നബിയെ നിങ്ങളോട് ഈ ബദറിന്റെ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകും മുഖാതിലൂൻ. താങ്കളും താങ്കളുടെ റബ്ബും ശത്രുക്കളോട് യുദ്ധത്തിന് ഏർപ്പെടണം, ഞങ്ങളും യുദ്ധം ചെയ്യുന്നവരായിരിക്കും, താങ്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നതാണ് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തുടർന്ന് പ്രവാചകൻ തിരുമേനി അൻസാറുകളോടും അഭിപ്രായം പറയാൻ, അൻസാറുകളിൽ നിന്നും നല്ലൊരു പ്രതികരണം. കാരണം അൻസാറുകൾ ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുക്കാമെന്നവർ കരാർ ചെയ്തിട്ടില്ല പ്രവാചകനുമായി. ഹിജ്റ ചെയ്തു വന്നാൽ സ്വദേശത്ത് അഭയം നൽകാം, ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കാം, മദീന നിങ്ങൾക്കൊരു സുരക്ഷിതമായ താവളമായിരിക്കും എന്നത് മാത്രമാണ് കരാർ. പക്ഷെ അൻസാറുകളോട് കൂടിയാലോചിച്ചപ്പോൾ അൻസാറുകളിൽ നിന്നും അൻസാറുകളിലെ പ്രമുഖൻ, അവരുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹംദി യാ റസൂലല്ലാഹ് ലിമാ അമറക അല്ലാഹ്. അല്ലാഹു താങ്കളോട് എന്താണോ കൽപ്പിച്ചത് താങ്കൾ അതുമായി മുന്നോട്ട് പോവുക. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യവുമായി നിയോഗിച്ചവൻ തന്നെ സത്യം. ഇസ്തഅഅത ബിനാ ഹാദൽ ബഹർ, ഈ ഒരു സമുദ്രത്തിൽ താങ്കൾ മുങ്ങുകയാണെങ്കിൽ ഫഖുത്തഹു ലഖുദ്നാ മഅക, ആ സമുദ്രത്തിൽ എടുത്ത് ചാടുകയാണെങ്കിൽ ഞങ്ങളും താങ്കളോടൊപ്പം ഉണ്ടാകും. മാ യതഖല്ലഫു മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളിൽ ഒരാൾ പോലും അതിൽ നിന്ന് പിന്തിരിയുന്നതല്ല. സഹോദരങ്ങളെ, പ്രവാചക തിരുമേനിയെ അനുസരിക്കുവാനും പിൻപറ്റുവാനുമുള്ള ഒരു നല്ലൊരു സന്ദേശമാണ് ബദറിൽ ഈ ഒരു വാക്ക്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ഒരു വാക്ക് നമുക്ക് നൽകുന്ന സന്ദേശം. പ്രവാചക തിരുമേനിയുടെ വാക്കുകൾ അക്ഷരപ്രതി അനുസരിക്കുവാനും പാലിക്കുവാനും ആ തിരുസുന്നത്തിനെ പിൻപറ്റുവാനും നമ്മൾ എത്രത്തോളം വ്യഗ്രതയുള്ളവരാകണം എന്നതൊക്കെ ഈ സന്ദേശമാണ്. മാത്രമല്ല, ഒരു വിപത്തിറങ്ങുമ്പോൾ, മുസീബത്തിറങ്ങുമ്പോൾ സുന്നത്തിനെയും ദീനിനെയും ആദർശത്തെയും വലിച്ചറിഞ്ഞ് സ്വന്തം ശരീരം സംരക്ഷിക്കുക എന്നതല്ല,
മറിച്ച് ദീനിനെ സംരക്ഷിക്കുക എന്നതാണ് മുഅ്മിനിന്റെ ചിന്ത. അത് സഹാബാക്കൾ നിലനിർത്തിയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സന്തോഷിച്ചു. ശൂറപ്രകാരം തീരുമാനിച്ച സ്ഥലത്തേക്ക് പ്രവാചകരും സ്വഹാബത്തുമായി ബദറിൽ ശത്രുക്കളുടെ വരവ് കാത്തിരുന്നു. അങ്ങനെ റമദാനിലെ 17 അതിന്റെ രാവിൽ ശത്രുക്കൾ ബദറിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാർഷ്ട്യക്കാരനോ അഹങ്കാരിയുമായിട്ടല്ല അന്ന് രാത്രി കഴിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു, ദുആ ചെയ്യുകയായിരുന്നു. ചെറിയൊരു സംഘം വലിയൊരു സംഘത്തെ ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും വലിയൊരു കക്ഷിയെ നേരിടാൻ ഈ ഒരു ചെറിയ സംഘം മുന്നിട്ട് നിൽക്കുകയാണ്. ബാഹ്യശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അളന്നാലും ആ സംഘത്തെ പരാജയപ്പെടുത്തുക അസാധ്യമാണ്. ഒരു വ്യക്തിക്ക് 3 പേരെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം. അങ്ങനെ വന്നാൽ കൂടി മതിയായ ആയുധമില്ലാത്ത, കുതിരപ്പടയാളികളില്ലാത്ത ഒരു യുദ്ധത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പോലും കുതിരപ്പടയാളികൾക്ക് മുഖ്യമായ പങ്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നൊക്കെയാണ് ആണവായുധങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ പിന്നെ യുദ്ധത്തിന്റെ നിർണായകമായ വിധിയെഴുത്തുകൾ മാറി മറിഞ്ഞത്. പണ്ട് കാലങ്ങളിൽ കുതിരപ്പടയാളികൾ എന്നുള്ളത് യുദ്ധത്തിന്റെ വിജയത്തിന് മുഖ്യ ഘടകമായിരുന്നു. സഹാബങ്ങളിൽ നിന്ന് പറഞ്ഞു. അവരിലാകട്ടെ വമ്പിച്ച കുതിര സന്നാഹമുണ്ട്, ആയുധങ്ങളുണ്ട്, ആൾബലമുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ അഹങ്കാരത്തിന്റെ പടയ്ക്ക് മുന്നിൽ ഇവർ മുന്നിടാൻ ഒരുങ്ങുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണാം. അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശ്, അല്ലാഹുവേ ഈ ഖുറൈശികൾ അഖ്ബലത് ബിഖയലാഇഹാ വഫഖരിഹാ, അതിന്റെ അഹങ്കാരവും ധിക്കാരവും നിമിത്തമായി വന്നിരിക്കുന്നു. തുഹാദ്ദുക വതുകദ്ദിമു റസൂലക, നിന്നോട് ശത്രുതയുള്ള നിന്റെ പ്രവാചകനെ അവിശ്വസിക്കുന്ന കളവാക്കുന്നവർ. അല്ലാഹുമ്മ ഫനസ്റുക അല്ലദീ വഅദ്തനി, അല്ലാഹു നീ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം പ്രദാനം ചെയ്യണമേ. അല്ലാഹു തആല ഒരു വാഗ്ദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയിരുന്നു. ഒന്നുകിൽ അബൂ സുഫിയാന്റെ കച്ചവട ചരക്കുമായി പോകുന്ന സംഘത്തെ പ്രവാചകർക്കും സഹാബത്തിനും നൽകാം, അല്ലെങ്കിൽ ഈ ഖുറൈശി പടയുടെ മേൽ വിജയം മുസ്ലിങ്ങൾക്ക് നൽകാം. അള്ളാഹുവിന്റെ തീരുമാനം ബദറിൽ മുഅ്മിനീങ്ങൾ വിജയിക്കുക എന്നതായിരുന്നു. മുൻകാലങ്ങളിൽ അവിശ്വാസികളെ പല വിധത്തിൽ അല്ലാഹു തആല ശിക്ഷിച്ചിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളാൽ അമ്പിയ മുസ്ലിങ്ങൾ കളവാക്കപ്പെട്ടപ്പോൾ പലവിധ വിപത്തുകളാൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഘോരശബ്ദം പിടികൂടിയവരുണ്ട്, നാട് കീഴ്മൈ മറിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രളയം കൊണ്ട് മുങ്ങി നശിച്ച ജനതയുണ്ട്. പക്ഷെ ഈ ഒരു ജനതയെ അല്ലാഹു തആല ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചത് വിശ്വാസികളുടെ കരങ്ങളാൽ അപമാനമായ പരാജയം കൊണ്ട് അവരെ ശിക്ഷിക്കുക എന്നതായിരുന്നു. അള്ളാഹുവിന്റെ വിധി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കേട്ടു. അന്നത്തെ രാത്രിയിൽ അവിടുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് ചുമലിലുണ്ടായിരുന്ന തട്ടം താഴേക്ക് വീണു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതെടുത്ത് പ്രവാചകന്റെ ചുമലിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കഫാക മുനാശറതുക റബ്ബക, താങ്കളുടെ റബ്ബുമായുള്ള ഈ ഒരു സംഭാഷണം മതി, ഇത്ര മതി. ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക, കാരണം നബിയുടെ മനമൊഴിയുള്ള പ്രാർത്ഥനയിൽ അവിടുന്ന് രാത്രി ഉറങ്ങാതെ അയച്ചു കൂട്ടുന്നതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിസരിച്ചു. അദ്ദേഹം നബിയെ ആശ്വസിപ്പിക്കുക, മാനസികമായി കരുത്ത് നൽകുകയാണ്. അള്ളാഹു താങ്കൾക്ക് വാഗ്ദാനം നൽകിയതവൻ നിറവേറ്റും, അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവരല്ലോ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം മയങ്ങിയെന്ന് നമുക്ക് കാണാം. ആ മയക്കത്തിനൊടുവിൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമണിച്ചതിന് ശേഷം സൂറത്തുൽ ഖമറിന്റെ വചനം പാരായണം ചെയ്തു. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, ആ സംഘം അവർ പരാജിതരാവുകയും പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്നതാണ്. അവർ പരാജയപ്പെടുകയും പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്നതാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണൽ അവിടെ നിന്ന് വാരി ശത്രുക്കളുടെ പക്ഷത്തേക്ക് അത് വിതറിയെന്ന് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് അവിടെ വെളിവാക്കുകയാണ്. അമ്പിയാക്കളിലൂടെ മുഅ്ജിസത്ത്. ഒരു പിടി മണൽ കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന സൈനികളുടെ കണ്ണിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മണൽ അവരിലേക്ക് എത്തിച്ചു. അത് അത്ഭുതമാണ്. പ്രവാചകനിലൂടെ വെളിവാകുന്ന അത്ഭുതം, മുഅ്ജിസത്ത്. ശത്രുക്കളുടെ കണ്ണിലേക്ക് മണ്ണുകൾ വീണു. പിന്നീട് അവരുടെ കണ്ണിൽ നിന്ന് മണ്ണ് വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഈ സമയത്ത് മുസ്ലിമീങ്ങൾ ആക്രമണം തുടങ്ങി എന്നാണ്. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി സഹായിക്കുകയും ചെയ്തു. അതാണ് ബദറിന്റെ മറ്റൊരു സവിശേഷത. അദൃശ്യരായ ശക്തികൾ അള്ളാഹുവിന്റെ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് വിശ്വാസികൾ അള്ളാഹു സഹായിച്ചു. അതാണ് ബദറിന്റെ മറ്റൊരു വിജയം.
അത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയിരുന്ന സന്ദർഭം. ഇതാണ് ഇസ്തിഗാസ. ആപൽ ഘട്ടങ്ങളിൽ വിളിച്ച് മനുഷ്യൻ തേടുന്ന സഹായാർത്ഥനയാണ്. പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ നീറി വിളിക്കുന്ന വിളിയാണ് ഇസ്തിഗാസ. അത് അല്ലാഹുവിനോടാണ് പറയുന്നത്. മരിച്ച ആളുകളോടല്ല, ഖബറാളികളോടല്ല, ഔലിയാക്കളോടോ അമ്പിയാക്കളോടല്ല, മറിച്ച് ഔലിയാക്കളും അമ്പിയാക്കളും വിളിച്ചിരുന്ന റബ്ബിനോടാണ്. ഇസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകിയെന്നാണ്. അവൻ അല്ലാഹു റബ്ബ്. ആ ഉത്തരത്തിൽ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉത്തരം ഇന്നി മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫിൻ, തുടരെ 1000 മലക്കുകളെ നാം അയക്കുന്നതാണ്. ബദറിന്റെ മണ്ണിൽ മലക്കുകൾ ഇറങ്ങി. അവർ യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ ശത്രുക്കളെ വകവരുത്താൻ അതൊരു നിമിത്തമായി. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം. സ്വഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചു. ഖുമൂ ഇലൽ ജന്നത്തി, ഖുമൂ ഇലാ ജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമി കണക്കിന് വിശാലമായ സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഈ വചനം കേട്ട ഉമൈർ ബിൻ ഹുമാം എന്ന് പറയുന്ന ഒരു സഹാബി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ വിഷപ്പഴം കണ്ട് അല്പം ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹ്, ജന്നത്തുൽ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ കണക്കിന് വിശാലമായ സ്വർഗ്ഗം. എങ്കിൽ അത് കിട്ടാൻ വേണ്ടി ഈ ഈത്തപ്പഴം തിന്നു തീർക്കുകയാണെങ്കിൽ അത്രയും സമയം എന്തൊരു ദൈർഘ്യമാണ്. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞു, രണഭൂമിയിലേക്ക് ഇറങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. സഹോദരങ്ങൾ, ഇതൊക്കെ നമുക്ക് ചരിത്രം നൽകുന്ന വലിയ ഗുണപാഠമാണ്. ആ ഒരു നൈമിഷികമായ സുഖത്തിന് പകരം ആഖിറത്തിനെ മുൻഗണന കൊടുത്തവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ പേരിലാണ് ഇന്ന് ചില ആളുകൾ ബദരീങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ടുള്ള, അവർ നിലകൊണ്ട ആദർശത്തിന് വിരുദ്ധമായി ശിർക്കൻ വേലകൾ ബദരീങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു. ഒടുവിൽ ബദർ യുദ്ധത്തിന് ശേഷം 70ഓളം മുശ്രിക്കുകൾ വധിക്കപ്പെട്ടു. 70ഓളം മുശ്രിക്കുകളിലെ നേതാക്കൾ ബന്ദികളാക്കപ്പെട്ടു. ബാക്കിയുള്ളവർ തോറ്റു തുന്നമ്പാടി പിന്തിരിഞ്ഞോടി എന്നതാണ് ബദറിന്റെ ചരിത്രം. അതാണ് വിജയം. ഇത് അറബ് നാടുകളിൽ വ്യാപിച്ചു. ഒരു ന്യൂനപക്ഷം പ്രമുഖ ഗോത്രമായ ഖുറൈശികളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവർ തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. അവരുടെ പ്രധാനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരുപാട് നേതാക്കന്മാർ അവരുടെ ബന്ദികളാണ്, യുദ്ധബന്ദികൾ. നോക്കൂ, അറബ് ജനതയെ വല്ലാതെ ഭീതിപ്പെടുത്തി. ഇസ്ലാമിന്റെ വളർച്ച അവർ ശ്രദ്ധിച്ചു. ഇതൊരു സാധാ മനുഷ്യനല്ല, പ്രവാചകനാകണം, ഇല്ലാതെ സഹായം ഉണ്ടാകാൻ കഴിയില്ല. പലരും തിരിച്ചറിഞ്ഞു ഇതാണ് യൗമുൽ ഫുർഖാൻ. സത്യത്തിന്റെ കക്ഷിയും അസത്യത്തിന്റെ കക്ഷിയും അല്ലാഹു വേർതിരിച്ച ദിവസമായിരുന്നു. അതൊന്നുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വലഖദ് നസറകുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങളൊരു ചെറിയ സൈന്യമായിരുന്നപ്പോൾ, ഒരു ചെറു സംഘം, ബലഹീനരായ സംഘമായിരുന്നപ്പോൾ ബദറിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് അനുസ്മരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുഅ്മിനീങ്ങളോടും സൂറത്ത് ആൽ ഇംറാനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വിജയം ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് നാഴികക്കല്ലായിരുന്നു. കാരണം ബദറിന്റെ വിജയത്തിനൊടുവിലാണ് മുസ്ലിമീങ്ങൾ കരുത്താണ് ആർജിച്ചത്. അവരെ സംബന്ധിച്ച് പല അറബ് ഗോത്രങ്ങൾക്കും ഒരു ഭയം മനസ്സിലുണ്ടായിരുന്നു. വെറുതെ മുസ്ലിമീങ്ങളുടെ മേൽ ആക്രമണം നടത്തിയാൽ ഒരു വേള നമുക്കും ഖുറൈശികൾക്കുണ്ടായ അപമാനകരമായ പരാജയം നമുക്ക് ബാധിച്ചേക്കാമെന്ന പേടി അറബ് ജനതയുടെ മേൽ ഉടലെടുത്തു. അത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക്, മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് കാരണമായി. മദീന ശക്തിയാർജിച്ചു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇതാണ് ബദറിന്റെ ഗുണപാഠം. പിന്നീട് 7 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ചരിത്ര പ്രസിദ്ധമായ മക്ക വിജയം നടക്കുന്നത്. മക്ക വിജയം, ആ മക്ക വിജയത്തിന്റെ പ്രത്യേകത അതിലേക്ക് വഴിതിരിഞ്ഞത് ഹിജ്റത്ത് 6 നടന്ന ഹുദൈബിയ എന്ന സന്ധിയാണ്. ഹുദൈബിയ സന്ധി വിശ്വാസികളായി നമ്മളൊക്കെ കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില ചരിത്രത്തിന്റെ പ്രധാന താളുകളാണ്. ആ ഹുദൈബിയ സന്ധി എന്നുള്ളത് പ്രവാചകനും സഹാബത്തും ഉംറ നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയാണ്. വഴിമധ്യ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് ഖുറൈശികൾ അവർ തടഞ്ഞു. കാരണം ബദറിൽ തോറ്റതിന്റെയും അതുപോലെ ഉഹദിലുണ്ടായ പ്രശ്നങ്ങളുടെയും ഒക്കെ പിന്നിൽ അവർ മുസ്ലിമീങ്ങളെ പ്രവേശിപ്പിക്കുവാൻ അവർ തയ്യാറായില്ല. മക്കയിലേക്ക് പ്രവേശിപ്പിച്ചില്ല. മറിച്ച് ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് അവരെ തടയുകയും അവർ മക്കയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയും എന്നാൽ ചില കരാറുകളിൽ പ്രവാചകരുമായി ഏർപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വഴങ്ങി.
പ്രത്യക്ഷത്തിൽ അത് മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായി എന്ന് തോന്നുന്ന ചില കരാർ വ്യവസ്ഥകളായിരുന്നു. ആ പല വ്യവസ്ഥകളിൽ ഒരു വ്യവസ്ഥയാണ് പ്രവാചകരോടൊപ്പം മുസ്ലിമീങ്ങളോടൊപ്പം അവരുടെ ഉടമ്പടിയിൽ ചേരാവുന്ന ഗോത്രങ്ങൾക്ക് അങ്ങനെ ചേരാം. മുശ്രിക്കുകളായ ഖുറൈശികളോടൊപ്പം അവരെ പിന്തുണയ്ക്കുന്ന ഗോത്രങ്ങൾക്ക് അവരെയും പിന്തുണയ്ക്കാം. അതിൽ ബനൂ ബക്കറുകാർ ഖുറൈശികളെ പിന്തുണച്ചു. ഖുസാ എന്ന അറബുകളിലെ പ്രസിദ്ധമായ ഗോത്രം പ്രവാചകരെയും പിന്തുണച്ചു. ഇങ്ങനെ സമാധാന കരാർ ഉണ്ടായ സ്ഥിതിക്ക് യുദ്ധം പാടില്ല 10 വർഷത്തേക്ക്. ഇതാണ് സന്ധിയിലെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ബനൂ ബക്കറിനും ഖുസാഅയ്ക്കും ഇടയിൽ ജാഹിലിയത്തിൽ ചില രക്തത്തിന്റെ കണക്കുകൾ ചോദിക്കാനുണ്ടായിരുന്നു. ജാഹിലിയത്തിലെ പകപോക്കലുകൾ ഉണ്ടായിരുന്നു. ഈ കരാർ നിലനിൽക്കെ ഖുറൈശി പക്ഷത്തുള്ള ബനൂ ബക്കറുകാർ പ്രവാചകന്റെ പക്ഷത്തുള്ള ഗോത്രക്കാരായ ബനൂ ഖുസാഅ ഗോത്രക്കാരെ ആക്രമിച്ചു. അവരുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. മാത്രമല്ല ഖുറൈശികൾ രഹസ്യമായി ആളും ആയുധവും നൽകിക്കൊണ്ട് ബനൂ ബക്കറുകാരെ സഹായിച്ചു. വ്യക്തമായ വഞ്ചന. അവർ തന്നെ ഉണ്ടാക്കിയ ഉടമ്പടിയിൽ അവർ വഞ്ചന കാണിച്ചു. സമാധാന കരാർ അവർ ലംഘിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തീരുമാനിച്ചു, ഇവരുമായുള്ള കരാർ മുന്നോട്ട് പോകേണ്ടതില്ല. അത് വിജയത്തിലേക്ക് എത്തിച്ചു. ഈ കരാർ ലംഘനത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന്, രഞ്ജിയുണ്ടാക്കുന്നതിന് അബൂ സുഫിയാൻ എന്ന നേരത്തെ സൂചിപ്പിച്ച ബദൽ കച്ചവട സംഘവുമായി പോയ അബൂ സുഫിയാനെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു. പ്രവാചകരുടെ അടുക്കൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ, ഒന്ന് രഞ്ജിപ്പുണ്ടാക്കാൻ പറ്റിപ്പോയതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. നിങ്ങൾ വഞ്ചന കാണിച്ചതുകൊണ്ട് കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. തൽക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു. 10,000 വരുന്ന ഒരു സൈന്യത്തെ സജ്ജീകരിച്ചു. അതീവ രഹസ്യമായിട്ട് മക്കയിലേക്ക് സൈനിക നീക്കം നടത്താൻ തീരുമാനിച്ചു. രഹസ്യമാക്കിയത് എന്തിനെന്ന് വെച്ചാൽ ആളുകളുടെ രക്തം ചൊരിയാതിരിക്കുന്നതിന് വേണ്ടി, കൊലപാതകങ്ങൾ കുറയുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. കാരണം യുദ്ധത്തിന് സജ്ജരായി എന്നറിഞ്ഞാൽ രണ്ട് പക്ഷത്തു നിന്നും വലിയൊരു സംഘടന നടക്കുകയും അനേകം ആളുകളുടെ രക്തം ചൊരിയാനും സാധ്യതയുണ്ട്. മാത്രമല്ല മക്ക വിജയം എളുപ്പമാകുന്നതിനും അത് വഴിയൊരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് വേണ്ടി സ്വഹാബത്തിനെയും കൂട്ടി യാത്രയായി. അതും ഒരു റമദാനിലാണ്. റമദാൻ 19 മക്കയിലേക്ക് പ്രവേശിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അവസരത്തിൽ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അബൂ സുഫിയാനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന അൻസാരികളിലെ സ്വഹാബി പറഞ്ഞു, യാ അബൂ സുഫിയാൻ അൽയൗമ യൗമുൽ മൽഹമ, ഇന്ന ദിവസം കശാഫിന്റെ ദിവസമാണ്, രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്. അൽയൗമ തുസ്തഹല്ലുൽ കഅബ, ഇന്ന് കഅബ അനുവദിക്കപ്പെടും, കഅബയുടെ പരിസരത്ത് വെച്ച് തന്നെ മുശ്രിക്കുകൾ വധിക്കപ്പെടും എന്ന് സഅദ് ബിൻ ഉബാദ പ്രഖ്യാപിച്ചു. ഇത് കേട്ട അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. സഅദ് ബിൻ ഉബാദ എങ്ങനെ പറയാം, നിങ്ങൾ അങ്ങനെ മക്കയിൽ ആക്രമണം നടത്തുകയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് പറഞ്ഞത് വ്യാജമാണ്, തെറ്റാണ്. വലകിൻ ഹാദാ യൗമുൻ യുഅദ്ദിമു അല്ലാഹു ഫീഹി കഅബ, ഇന്ന ദിവസം അല്ലാഹു കഅബയെ മഹത്വവൽക്കരിക്കും, അതിന്റെ യശസ്സ് അല്ലാഹു ഉയർത്തും. മാത്രമല്ല യൗമുൻ തുക്സാ ഫീഹി കഅബ, കഅബയ്ക്ക് യഥാർത്ഥ അതിന്റെ അടയാളങ്ങൾ ഇന്ന് അണിയിക്കപ്പെടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ ഹുജൂൻ എന്ന പ്രസിദ്ധമായ മലയിൽ മുസ്ലിമീങ്ങളുടെ പതാക നാട്ടി, വിജയത്തിന്റെ ആദ്യത്തെ പതാക അതവിടെ ഉണ്ടായി. അപ്പോൾ മനസ്സിലാക്കുക, ഇന്ന് കാണുന്ന മക്കയൊക്കെ മുസ്ലിമീങ്ങളുടെ അധീനതയിൽ ആയിരുന്നില്ല, പ്രവാചകരുടെ കീഴിലായിരുന്നില്ല, അവിടെ തൗഹീദിന്റെ മണ്ണായിരുന്നില്ല. കാലത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിട്ടേച്ചു പോയ അധ്യാപനങ്ങളൊക്കെ അത് നിഷ്പ്രഭമായി, അത് മണ്ണറിഞ്ഞു പോയി, ശിർക്കിൽ കൂപ്പുകുത്തിയ ജനതയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബയിലേക്ക് അടുത്തു, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു. കഅബയിൽ സ്ഥാപിച്ചിരുന്ന 360 ബിംബങ്ങളെ അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വില്ലുകൊണ്ട് ഓരോന്നായി തട്ടി, അവിടുന്ന് തട്ടി ഉടയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖുൽ ജാഅൽ ഹഖ്, സത്യം ഇതാ പിളർന്നിരിക്കുന്നു, വസഹഖൽ ബാതിൽ, അസത്യം തകർന്നടിഞ്ഞിരിക്കുന്നു, ഇന്നൽ ബാതില കാന സഹൂഖ, അസത്യം തകർന്നടിയാനുള്ളത് തന്നെയാണ്. തൗഹീദാണ് സത്യം, അസത്യം നാശമാണ്, അത് തകരാനുള്ളതാണ്. അസത്യം ശിർക്ക് തകർന്നടിയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇസ്രായിലെ വചനം പാരായണം ചെയ്തുകൊണ്ട് അത് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ശേഷം അവിടുന്ന് കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ചില ദൈവങ്ങളുടെ രൂപങ്ങൾ വരച്ചു വെച്ചിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെല്ലാം വായിച്ച് കഅബയെ വിശുദ്ധമാക്കി, തൗഹീദിന്റെ ഗേഹമാക്കി വീണ്ടും തിരിച്ചെടുത്തു, വീണ്ടെടുപ്പ് നടന്നു.
അനന്തരം 2 റക്അത്ത് അവിടെ നിസ്കരിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ശേഷം കഅബയുടെ പുറത്തേക്ക് അവിടെ നിന്ന് വന്നു. കഅബയുടെ 2 പാളികൾ പിടിച്ചുകൊണ്ട് അവിടെ തൗഹീദിന്റെ വചനങ്ങൾ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. മുശ്രിക്കുകൾ അത് കാണുകയാണ്. അവർ ആകെ അമ്പരന്നിരിക്കുകയാണ്. എന്താണ് ഇനി നമ്മുടെ മേൽ എടുക്കുക? സർവായുധ സജ്ജരായ 10,000 കണക്കിന് സൈന്യം 4 പാടും നിന്ന് മക്കക്കാരെ വളഞ്ഞിരിക്കുകയാണ്. ഇവരാകെ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, അവിടുത്തെ ഖുറൈശികളുടെ എല്ലാവരുടെയും കഥ കഴിയും. അവരുടെ മേൽ പ്രതികാരമെടുക്കാൻ 13 വർഷക്കാലം അവർ ദ്രോഹിച്ചതിന്, ഉറ്റവരെയും ഉടയവരെയും സഹാബാക്കളെയും അരുകൊല ചെയ്തതിന്, വഞ്ചന കാണിച്ചതിന് ഒരു വാക്ക് പ്രവാചകൻ തിരുമേനി പുറപ്പെടുവിച്ചാൽ മക്കക്കാരുടെ രക്തം കൊണ്ട് മക്ക രക്തപ്പൊഴി ഒഴുകും. ആ സാഹചര്യമാണുള്ളത്. അവർ ഖുറൈശികൾ അവർ പരിഭ്രാന്തരായി, അവർ അങ്കലാപ്പിലായി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു നടപടിയായിരിക്കും അവരുടെ എടുക്കുക? നിമിത്തങ്ങൾ അവരോട് ചോദിച്ചു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ, മാ തദുന്നൂന അന്നി ഫാഇലുൻ ബിക്കും, ഞാൻ നിങ്ങളിൽ എന്ത് നടപടി എടുക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ പറഞ്ഞു, ഖൈറ, നല്ലത് മാത്രമാണ് വിചാരിക്കുന്നത്. അഖുൻ കരീം, ഒരു മാന്യനായ സഹോദരനാണ് നിങ്ങൾ. വബിനു അഖിൻ കരീം, ഒരു മാന്യനായ സഹോദരന്റെ പുത്രനുമാണ്. നിങ്ങൾ മാന്യത കാണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് മുശ്രിക്കുകൾ, നബിയെ നാട്ടിൽ നിന്ന് തുരത്തിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചവർ, കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടവർ, എന്ത് പ്രതികാരവും എടുക്കാൻ കഴിയുമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അവരോട് പറയുകയാണ്, ഫഇന്നി അഖൂലു ലക്കും കമാ ഖാല യൂസുഫ് ലിഇഖ്വതിഹി. യൂസുഫ് നബി ഉണ്ടല്ലോ, അദ്ദേഹം തന്റെ സഹോദരന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്. സഹോദരന്മാർ യൂസുഫ് നബിയെ ഉപദ്രവിക്കുകയും ഒരു കിണറ്റിലെറിയുകയും നാട് കടത്താൻ വേണ്ടിയൊക്കെ കൊല്ലാൻ വേണ്ടി വരെ സഹോദരന്മാർ പദ്ധതി ഇട്ടു. ഇങ്ങനെ പറഞ്ഞത് കൊല്ലണ്ട, ഒഴിവാക്കി കളയാം. അങ്ങനെയൊക്കെ യൂസുഫ് നബിയെ പീഡിപ്പിച്ച സഹോദരന്മാർ പിന്നീട് മിസ്റിന്റെ അധികാര സ്ഥാനത്തേക്ക് എത്തിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരന്മാരുടെ മേൽ പ്രതികാരം എടുക്കാൻ കഴിവുണ്ടായിട്ടും പറയുന്ന ഒരു വാചകം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീം. യാതൊരു പ്രതികാര നടപടിയില്ല. അല്ലാഹു നിങ്ങൾക്ക് പുറത്തേരും, അവൻ കരുണ ചെയ്യുന്നവൻ അതീവ കാരുണ്യവാനാണ്. ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇദ്ഹബൂ ഫഅൻതും തുലഖ, നിങ്ങൾ മോചിതരാണ്. ഇന്നാരും ബന്ദികളല്ല. കാരണം അവരെ ബന്ദികളാക്കാം, യുദ്ധബന്ദികളാക്കാം, അല്ലെങ്കിൽ അവരെ വധിച്ചു കളയാം. എന്ത് ഉത്തരം നൽകുവാനും നബിക്ക് കഴിവുണ്ട്. പക്ഷെ ക്ഷമിക്കുകയാണ്. പ്രതികാരം ചെയ്യാൻ കഴിവില്ലാത്തവന്റെ ക്ഷമയല്ല, എന്ത് പ്രതികാര നടപടിയും എടുക്കാൻ, കഴുത്തറുക്കാൻ കഴിവുള്ള ഒരു നേതാവിന്റെ ക്ഷമയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇതിൽ പല മാന്യമായ ഒരു ക്ഷമയുടെ ചരിത്രം നമ്മൾ ചരിത്രത്തിൽ കാണില്ല. ഇതും കൂടിയായിരുന്നു പ്രവാചകൻ രഹസ്യമായി ഫത്ഹ് മക്കയ്ക്ക് വേണ്ടി, മക്ക വിജയത്തിന് വേണ്ടി സൈനിക നീക്കം നടത്തിയത്. അതൊരു ഘോഷിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടിയുള്ള മുറകളെ കൂട്ടിയിരുന്നെങ്കിൽ അവരും ആയുധമെടുക്കും, എങ്കിൽ അവരിലും കൊല്ലപ്പെടും. മുസ്ലിങ്ങളിലും ധാരാളം ആളുകൾ കൊല്ലപ്പെടും, ശുഹദാക്കളാകും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത് രക്തകലുഷിതമില്ലാതെ മക്ക വിജയിക്കുവാനാണ്. അതുണ്ടായി. എന്നാൽ അവരിലെ അങ്ങേയറ്റം വഞ്ചകരും നീചന്മാരുമായ ചില ആളുകൾക്ക് വിരലിലെണ്ണാവുന്ന ചിലർക്ക് മാത്രം ശിക്ഷാ നടപടികൾ നടപ്പിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു എന്നതാണ് മക്ക വിജയത്തിന്റെ ചരിത്രം. സഹോദരന്മാർ, ഈ 2 ചരിത്രങ്ങൾ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഏറെ അനുസ്മരണീയമാണ്. വിശ്വാസികളായ നമുക്ക് ഒരുപാട് ഗുണപാഠം നൽകുന്നുണ്ട്. പ്രവാചകന്റെ ഹിക്മത്ത്, വിവേകം, സ്വഹാബത്ത് ഏത് ആപൽഘട്ടങ്ങളിലും പ്രവാചകന്റെ കൂടെ നിന്നത് അവർക്ക് വിഷയം ദീനായിരുന്നു, ആഖിറമായിരുന്നു. നോക്കൂ, നമ്മൾ ബദറിന്റെ ചരിത്രമൊക്കെ പറഞ്ഞപ്പോൾ അവർ പരലോകത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ദുനിയാവിനെ മറന്നവരാണ്. എന്നാൽ ഇന്നുള്ള ചില ആളുകൾ ബദരീങ്ങളെ ഉപയോഗിച്ച് ആഖിറത്തെ, ദീനിനെ കളഞ്ഞ് ദുനിയാവിനെ വിലക്കെടുക്കുകയാണ്. ബദരീങ്ങളുടെ പേര് എന്തെല്ലാം അവിശ്വാസങ്ങളാണ് പ്രചരിപ്പിക്കാറുള്ളത്. ബദരീങ്ങളുടെ പേര് തമിഴിലെഴുതി അരയിൽ കെട്ടിയാൽ മുസീബത്തുകൾ ഉണ്ടാകില്ല, ശൈത്താന്റെ ബാധ ഉണ്ടാകില്ല, പിന്നെ വിഷബാധ കേൾക്കുകയില്ല എന്നുള്ള വിശ്വാസത്തിൽ ബദരീങ്ങളുടെ പേര് മുദ്രണം ചെയ്ത തമിഴുകൾ നമുക്ക് കാണാം. വീടുകളിലും കടകളിലും ഒക്കെ ബദരീങ്ങളുടെ പേര് മുദ്രണം ചെയ്ത് തൂക്കുന്നത് കാണാം. ബദരീങ്ങളുടെ പേരിൽ പ്രത്യേകം ഇസ്ലാം പഠിപ്പിക്കാത്ത ആണ്ട് നേർച്ചയും 17 രാവിലെ ഒരു പ്രത്യേകമായ ഖുർആൻ പാരായണങ്ങളും യാസീൻ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുക, അല്ലെങ്കിൽ ബദർ മൗലിദ് പാടുക.
നമ്മുടെ തെക്കൻ ജില്ലകളിൽ കുറവാണെങ്കിലും കേരളത്തിൽ അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ബദർ മൗലിദ് പാടുന്ന ധാരാളം ആളുകളുണ്ട്. ഇസ്ലാമിന് യാതൊരു പരിചയമില്ലാത്ത നബിയോ സഹാബത്തോ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ, ഷിർക്കിന്റെ പ്രവണതകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും ബദരീങ്ങളുടെ നയമല്ല, ബദരീങ്ങളുടെ ആദർശമല്ല. അതുകൊണ്ട് റമദാനിൽ 17-ാം രാവിലെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ഒരു ചരിത്രപരമായ ഒരു പ്രത്യേകതയുണ്ട്, അത് ബദറാണ്. പക്ഷെ അതിന്റെ പേരിൽ പ്രത്യേകമായ ഒരു ആരാധനയോ പ്രത്യേകമായ ആചാരങ്ങളോ നടത്തുവാൻ അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല, അനുവാദം തന്നിട്ടില്ല. ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വിദഗ്ധകളിൽ നിന്നും നമ്മെ മുക്തമാക്കണം.